ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് ചുമ്മാ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് കിട്ടുന്നതാണോ അതോ കുറച്ച് അടിപൊളിയായിട്ട് റാപ്പ് ചെയ്ത് കിട്ടുന്നതാണോ ഇഷ്ടം? അതെ, ഗിഫ്റ്റ് കൊടുക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതും. കാരണം ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക് റാപ്പിംഗ് കാണുമ്പോൾ തന്നെ അവർ എത്രത്തോളം സ്പെഷ്യൽ ആണെന്നുള്ളത് മനസ്സിലാവും. അതൊക്കെ പോട്ടെ, എന്നാ ഒരു ഗിഫ്റ്റ് ബോക്സ് വാങ്ങാന്ന് വെച്ച് കടയിൽ ചെന്ന് കഴിഞ്ഞാൽ ഗിഫ്റ്റിനെക്കാട്ടി വിലയായിരിക്കും ഗിഫ്റ്റ് ബോക്സിന്. പക്ഷെ ആരും വിഷമിക്കണ്ട, നമുക്ക് കയ്യിലുള്ള സാധനം വെച്ചിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരു അടിപൊളി ഗിഫ്റ്റ്. അപ്പൊ ഞാൻ വീഡിയോയിൽ കാണിച്ച മെഷർമെന്റിൽ പേപ്പർ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക, ഈ കാണുന്ന പോലെയൊക്കെ ഒന്ന് വെട്ടുക. ബോക്സും അതിന്റെ ലിഡും സെയിം പ്രൊസീജിയർ തന്നെയാണ്. കട്ട് ചെയ്യുന്നതൊക്കെ മെഷർമെന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നിങ്ങളുടെ ഗിഫ്റ്റിന്റെ സൈസിനനുസരിച്ച് മെഷർമെന്റ് വേണമെങ്കിൽ മാറ്റാം. അതിനുശേഷം ഇതുപോലൊരു സ്ട്രിപ്പ് ഓഫ് പേപ്പർ എടുക്കുക, ഇത് വെച്ചിട്ട് ഒരു റോസ് ഫ്ലവർ ഉണ്ടാക്കി എടുക്കുക. ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, ട്വിസ്റ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു റോസ് ഫ്ലവേഴ്സ് കിട്ടും. അപ്പൊ ഇതേപോലെ കുറച്ച് അധികം റോസ് ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കുക, ഓരോന്നോരോന്നായിട്ട് ബോക്സിനകത്തോട്ട് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പൊ ഇതിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു മെസ്സേജും റിങ്ങും ബ്രേസ്ലെറ്റും അങ്ങനെയുള്ളതൊക്കെ ഗിഫ്റ്റ് ചെയ്യാം. പിന്നെ ബോക്സ് ഒക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക ഇഷ്ടമുള്ള പോലെ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം.